ഫിഷിംഗ് പോണ്ട് ഉണ്ട്. ഇവിടുത്തെ ആക്ടിവിറ്റീസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സാധനമാണ്. നമ്മളിപ്പോൾ അങ്ങോട്ട് ഫിഷിംഗ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഫിഷിംഗ് പോണ്ടും ഓർഗാനിക് ഫാമും എല്ലാം ഉള്ളത്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഓർഗാനിക് ഫാം. ഇവിടെ എന്താ ഫാം ചെയ്യണേ? ഇത് കോളിഫ്ലവർ പോലത്തെ സാധനങ്ങളാണെന്ന് തോന്നുന്നു. കോളിഫ്ലവർ, പച്ചമുളക്, പിന്നെന്താ കാബേജ്. അപ്പുറത്ത് പയറുണ്ട്, മുളച്ചിട്ടില്ല. ഇത് പിന്നെ മഴ പോയിട്ട് വെച്ചിരുന്ന. ഇവിടെ ബാസിലും നൗഫൊക്കെ തകർത്ത് ഫിഷിംഗ് ചെയ്തോണ്ടിരിക്കായിരുന്നു. കൊറേ മീനെ കിട്ടി. അയക്കന്നെ ഇട്ടു, പാവം തോന്നി. നമ്മൾ ഇന്നത്തെ ഡേ 2 ആണ്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിങ്ങനെ നടക്കാൻ ഇറങ്ങിയതാണ്. ഇവിടെ ഒരു പൂളുണ്ട്, പക്ഷേ പബ്ലിക് പൂൾ ആയതുകൊണ്ട് ഈ ടൈമിൽ അലൗഡ് അല്ല. പിന്നെ ഉള്ളത് ഒരു ക്ലബ് ഹൗസാണ്, ഒരു ആക്ടിവിറ്റി റൂമാണ്. അപ്പോൾ അവിടെ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. ഓക്കെ, ഡിന്നറൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു ഔട്ട്ഡോർ ഡൈനിങ് സ്പേസ് ഉണ്ട്. അതൊന്ന് കാണിച്ചു തരാം. ഇതാണ് ആ സ്പേസ്. അപ്പൊ നമ്മള് റൂമൊക്കെ വെക്കേറ്റ് ചെയ്തൊക്കെ റിസപ്ഷനിൽ കൊടുക്കാൻ പോവാണ്. ടാറ്റ. അതിന്റെ മുമ്പ് കുറച്ച് ഫോട്ടോസ് എടുക്കാനുണ്ട്. അപ്പൊ അതൊക്കെ എടുക്കാൻ വേണ്ടി കുറച്ച് സ്ഥലം നോക്കി നടക്കണം. കയറിയിട്ട് അത് പൊട്ടട്ടേക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ 2 ദിവസത്തെ റിസോർട്ട് സ്റ്റേ ഒക്കെ കഴിഞ്ഞു. വളരെ നല്ലതായിരുന്നു അല്ലേ? സങ്കടമുണ്ട് പോകുന്നത്.
ഇനിയും പല്ലുപറി കാര്യങ്ങളിലേക്ക് വീണ്ടും പോവുകയാണ്. അതെ. ഓക്കെ, സത്യം പറയുകയാണെങ്കിൽ റിസോർട്ട് അടിപൊളിയാണ്. ഹോസ്പിറ്റാലിറ്റി, അവരുടെ ഭക്ഷണം, കാര്യങ്ങൾ, ഇവിടെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ അടിപൊളിയാണ്. നല്ല ഒരു 2 ദിവസമല്ല 3 ദിവസമെങ്കിലും, പിന്നെ 3-4 ദിവസമെങ്കിലും നിൽക്കാനുള്ള ഒരു വകുപ്പുണ്ട്. ഓക്കെ, പിന്നെ മനസ്സിലാക്കുക, റിസോർട്ടിൽ സ്റ്റേ ചെയ്യാൻ വന്നാൽ റിസോർട്ടിൽ തന്നെ നിൽക്കുക, പുറത്തു പോകാതെ ആ റിസോർട്ടിൻ്റെ ആംബിയൻസും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ വന്നാൽ പുറത്തു പോകേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ തന്നെ അത്യാവശ്യം ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനുണ്ട്. പിന്നെ ഞങ്ങൾ ഗൂഗിളിലൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും കുറച്ച് സ്പേസേ ഉള്ളൂ, പക്ഷെ അത് കുറേ സ്പേസ് ഉണ്ട്. ആ സ്പേസ് ഒക്കെ നല്ല ഭംഗിയിൽ അവർ ലാൻഡ്സ്കേപ്പും ചെയ്തിട്ടുണ്ട്. പിന്നെ കാലാവസ്ഥ അടിപൊളിയാണ്, അത് ഒരു നല്ലൊരു ഫാക്ടറാണ്. ഓക്കെ, എല്ലാം വെൽ മെയിൻറ്റെയിൻഡ് ആണ്. അപ്പോൾ നിങ്ങൾ വയനാട് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ റിസോർട്ട് പ്രിഫർ ചെയ്യണം, കാരണം നമ്മൾ സ്പെൻഡ് ചെയ്യണ പൈസയ്ക്ക് എന്തായാലും വർത്ത്ഫുൾ ആണ്. ഓക്കെ, അപ്പോൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതാണ് മെയിനായിട്ട്. സബ്സ്ക്രൈബ് ചെയ്യുന്നവരൊക്കെ എന്ത് ചെയ്യുക, ബെല്ലൈക്കണ് അമർത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.